ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 6ാം ക്ലാസ്സിലെ വാർഷിക മൂല്യനിർണ്ണയം 2022-23 വർഷത്തെ മലയാളം അഥവാ അടിസ്ഥാന പാഠാവലി ക്വസ്റ്റ്യൻ പേപ്പറും അവയുടെ ആൻസേഴ്സുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നാളെ കൂട്ടുകാർക്ക് അടിസ്ഥാന പാഠാവലിയാണ് എക്സാം അല്ലേ. അപ്പോൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ വന്നിട്ടുള്ളത്, അവയുടെ ആൻസേഴ്സ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് ആൻസേഴ്സ് എഴുതേണ്ടത് എന്നൊക്കെ നമുക്ക് നോക്കാം. എക്സാം എഴുതാനുള്ള സമയം 2 മണിക്കൂറാണ്. ഒന്നാമത്തെ പ്രവർത്തനം വായിക്കാം എഴുതാം എന്നുള്ളതാണ്. താഴെ കൊടുത്തിരിക്കുന്ന കഥ വായിച്ചു നോക്കൂ, ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതൂ എന്നതാണ്. വല്ലാത്ത ക്ഷീണം, തളർന്നു കുഴഞ്ഞു പോകുന്നത് പോലെ തോന്നി വെയിലിന്. ഇത്തിരി വിശ്രമിക്കണം. വെയിൽ മരച്ചില്ലകൾക്കിടയിലേക്ക് നൂണ്ടുകടന്നു. നല്ല തണുപ്പ്, നല്ല സുഖം. ഇലകൾക്കിടയിലേക്ക് മുഖം പൂഴ്ത്തിക്കിടന്നപ്പോഴേക്ക് വെയിലിൻ്റെ കണ്ണുകൾ അടഞ്ഞടഞ്ഞു വന്നു. വെയിലിൻ്റെ ചുരുണ്ടുകൂടിയുള്ള കിടപ്പ് കണ്ട് കാറ്റിന് പാവം തോന്നി. അത് വിശറിയെടുത്ത് പതുക്കെ വീശാൻ തുടങ്ങി. ഇലകൾക്കുള്ളിൽ നിന്നും നേരിയ കൂർക്കം വലി ഉയർന്നു. ഹായ്, വെയിലിൻ്റെ മണം. ഇലക്കൂട് പണിയുന്ന തിരക്കിനിടയിലും ഉറുമ്പുകൾ മൂക്ക് വിടർത്തി. മരക്കൊമ്പിലിരുന്ന് ചിറക് കോതിമിരിക്കുന്ന കിളികൾ തല ഉയർത്തി നോക്കി. ആകെ ഒരു ബഹളം. ഉറുമ്പുകളും കിളികളും അണ്ണാനും വെയിലിൻ്റെ കിടപ്പ് കാണാൻ പാഞ്ഞു. പൂക്കൾ തേടി നടക്കുകയായിരുന്ന ഒരു പൂമ്പാറ്റയും ബഹളം കേട്ട് എത്തി നോക്കി. പിന്നെ കണ്ണുകൾ ഒന്നുകൂടി മിഴിച്ച് മറ്റുള്ളവരുടെ കൂട്ടത്തിൽ കൂടി. ഇതിനിടയിൽ വെയിൽ ഒന്ന് തിരിഞ്ഞു കിടന്നു. ഒരു മുഴുത്ത മാമ്പഴത്തിനു മുകളിലേക്ക് കാലു കയറ്റി വെച്ച് ഉറക്കം തുടർന്നു. ഷീജയുടെ വെയിലിനു മുണ്ടേ നിറങ്ങളുമുള്ള ചിറകുകൾ എന്ന ഒരു കഥയിലെ ഭാഗമാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇനി ഇതിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ചുരുണ്ടുകൂടിയുള്ള വെയിലിൻ്റെ കിടപ്പ് കണ്ട് കാറ്റ് എന്തു പറഞ്ഞു? ഓപ്ഷൻസും കൂടെയുണ്ട്. ചിറക് കോതി മിനുക്കി, പൂക്കൾ തേടി വന്നു, വിശറിയെടുത്ത് വീശാൻ തുടങ്ങി. ഏതാണ് ശരിയായ ഉത്തരം? വിശറിയെടുത്ത് വീശാൻ തുടങ്ങി എന്നുള്ളതാണ്. രണ്ടാമത്തേത്, ഇലകൾക്കിടയിലേക്ക് മുഖം പൂഴ്ത്തിക്കിടന്നത് ആരാണ്? അണ്ണാന്, കാറ്റ്, വെയിൽ. ആരാണ്? വെയിലായിരുന്നു. മൂന്നാമത്തേത്, ഉറക്കത്തിനിടയിൽ വെയിൽ കാലു കയറ്റി വെച്ചത് എവിടെ? മരച്ചില്ലയിൽ, മാമ്പഴത്തിന്മേൽ, ഇലക്കൂട്ടിൽ. എവിടെയായിരുന്നു? മാമ്പഴത്തിന്മേലായിരുന്നു. 4, ഈ കഥയിലൂടെ കാറ്റ്, വെയിൽ എന്നിവ നമുക്ക് തരുന്ന സന്ദേശം എന്താണ്? തങ്ങളുടെ ശക്തി പ്രകടിപ്പിക്കണം, മറ്റുള്ളവരെ തളർത്തണം, പരസ്പരം സ്നേഹിക്കാനും സഹായിക്കാനും. ഏതാണ്? മറ്റുള്ളവരെ പരസ്പരം സ്നേഹിക്കാനും സഹായിക്കാനും എന്നുള്ളതാണ്. അഞ്ചാമത്തേത്, എന്തുപയോഗിച്ചാണ് ഉറുമ്പുകൾ കൂടുകൂട്ടുന്നത്? മരച്ചില്ലകൾ, പൂക്കൾ, ഇലകൾ. ഇലകൾ ഉപയോഗിച്ചാണ് അല്ലേ. അപ്പോൾ ഇതാണ് ആദ്യത്തെ 5 ചോദ്യവും അവിടെ ഉത്തരവും എന്ന് പറയുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം. വാക്മയ ചിത്രം തയ്യാറാക്കുക എന്നുള്ളതാണ്. എന്താണ് കൂട്ടുകാരെ വാക്മയ ചിത്രം എന്ന് പറഞ്ഞാൽ? ഒരാളെ കുറിച്ചിട്ട് നമുക്ക് ആ വാക്മയ ചിത്രം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അയാളെ കുറിച്ചിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിൽ തെളിയുന്ന ഒരു ചിത്രം ഉണ്ടായിരിക്കണം. അത്തരത്തിൽ എഴുതുന്നതിനെയാണ് നമ്മൾ വാക്മയ ചിത്രം എന്ന് പറയുന്നത്. അരയിൽ വീതിയുള്ള കരയോടുകൂടിയ കസവുമുണ്ട്. അതിനു മുകളിൽ മുറുക്കി കെട്ടിയ രണ്ടാമുണ്ട്. നെറ്റിയിൽ വിയർപ്പിൻ്റെ നനഞ്ഞു കുതിർന്ന ചന്ദനക്കുറി. കഴുത്തിൽ തിളങ്ങുന്ന മാലയിൽ തടിച്ച ലോക്കറ്റ് ആടിക്കളിക്കുന്നു. നിവർന്നും കുനിഞ്ഞും നോട്ടം കൊണ്ടും ആംഗ്യം കൊണ്ടും കൂട്ടുകാരെ പ്രോത്സാഹിപ്പിച്ച് കൈകളിലുമുള്ള കോലുകളാൽ ചെണ്ടപ്പുറത്ത് മേളപ്പെരുപ്പം തീർത്ത് അയാൾ കാണികളെ ആവേശം കൊള്ളിച്ചു. ഒരു ചെണ്ടക്കാരൻ്റെ വാക്മയ ചിത്രമാണ് നിങ്ങൾ വായിച്ചത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കായിക താരത്തിൻ്റെയോ കലാകാരൻ്റെയോ വാക്മയ ചിത്രം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒരു കവിയുടെ വാക്മയ ചിത്രം വേണമെങ്കിൽ എഴുതാം. നെറ്റിയിൽ ഭസ്മക്കുറി, കഴുത്തിൽ രുദ്രാക്ഷമാല, കയ്യിൽ കാലങ്കുട, മുഖത്തെ കുട്ടിത്തം മാറാത്ത ചിരി, പൊക്കമില്ലായ്മയാണ് എൻ്റെ പൊക്കം എന്ന് വിളിച്ചോതുന്ന കണ്ണുകൾ, വെണ്മയുടെ പ്രതീകമായി വെളുത്ത താടി, ആ കറുത്ത കണ്ണട വെച്ച് എഴുതുന്നതോ കുട്ടികളുള്ള പ്രിയ കവിതകൾ. അതാണ് നമ്മുടെ കുഞ്ഞുണ്ണി മാഷ്. അപ്പോൾ കുഞ്ഞുണ്ണി മാഷിനെ കുറിച്ചിട്ടുള്ള ഒരു വാക്മയ ചിത്രമാണ് ഇപ്പോൾ പറഞ്ഞു തന്നത്. അപ്പോൾ കൂട്ടുകാർക്ക് അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആരെങ്കിലും കുറിച്ചൊരു വാക്മയ ചിത്രം എഴുതാം. ഇനി ഇതിലെ ബി ചോദ്യം നോക്കൂ. അവശേഷിച്ച വിരലുകൾ ജീവിതം ഒതുക്കി ഗ്രാമം മുന്നോട്ട് പോയി. നോവലിസ്റ്റ് ഈ വാക്യം കൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ് എന്നാണ് ചോദ്യം. എന്താണ് ഇദ്ദേഹം ഉദ്ദേശിച്ചത്? ജോലിയൊന്നും ചെയ്യേണ്ട, മറ്റു പണികൾ ചെയ്തു ജീവിച്ചു, വിരലുകളിലല്ലാതെയും ജോലി ചെയ്യാം എന്നാണ്. ഏതാണ്? മറ്റു പണികൾ ചെയ്തു ജീവിച്ചു എന്നാണ് ഇതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. ഇനി ഇതിൽ ചോദ്യം നോക്കൂ. പ്രവർത്തനം 3ലെയാണ്. വിശകലനക്കുറിപ്പ് തയ്യാറാക്കുക എന്നതാണ് അടുത്തൊരു ചോദ്യമായിട്ട് വരുന്നത്. അപ്പോൾ എന്തിനെ കുറിച്ചാണ് വിശകലനക്കുറിപ്പ്? കൂട്ടിലടച്ച ഒരു പക്ഷിയുടെ സങ്കടം നോക്കൂ. വിട്ടയക്കുക കൂട്ടിൽ നിന്ന് തന്നെ, ഞാനൊട്ടു വാനിൽ പറന്നു നടക്കട്ടെ. ബാലാമണിയമ്മയുടെ വിട്ടയക്കുക എന്ന കവിതയാണ്. ഇവിടെ കവിതാഭാഗം വിശകലനം ചെയ്ത് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഈ കവിതയിൽ പറയുന്നത്? നമുക്കറിയാം, ഒരു പക്ഷിയെ കൂട്ടിലടച്ചിട്ടിരിക്കുന്നതാണല്ലേ. അപ്പോൾ കൂടിൻ്റെ ബന്ധനത്തിൽ കിടന്നു വീർപ്പുമുട്ടുന്ന പക്ഷിയെയാണ് ബാലാമണിയമ്മ ഇവിടെ കവിതയിലൂടെ പറയുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി
പക്ഷി ആഗ്രഹിക്കുന്നത് എന്താണ്? പക്ഷി ആഗ്രഹിക്കുന്നത് സ്വാതന്ത്ര്യമാണ്. കൂടിൻ്റെ കമ്പിഴലിൽ പക്ഷിയുടെ സ്വാതന്ത്ര്യത്തെ വഴിമുട്ടിക്കുന്നു. പക്ഷിക്ക് ആവശ്യം അതിനെ കൂട്ടിൽ നിന്നും വിട്ടയക്കുക എന്നതാണ്. കാരണം പക്ഷിക്കിഷ്ടം ആകാശത്ത് പറന്നു നടക്കാനും കാഴ്ചകൾ കാണാനും ആ പക്ഷിയുടെ സ്വാതന്ത്ര്യം ആസ്വദിക്കാനുമാണ്. ഒരിക്കലും നമ്മൾ പക്ഷികളെ ഇങ്ങനെ കൂട്ടിലടക്കരുത്. ആ കൂട്ടിലടക്കുന്നത് മൂലം അവർ ഒരു ജയിലിൽ ബന്ധനസ്ഥരായിരിക്കുന്ന ഒരവസ്ഥയിലാണ് അവർ ജീവിക്കുന്നത്. അങ്ങനെ നിങ്ങൾക്ക് ഇതിനെ എഴുതാം. ഇനി ബി, ഒലി എന്ന വാക്കിൻ്റെ സമാന പദം ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒലിയാണ്. ചെളി, ശബ്ദം, മഴ ഏതായിരുന്നു? സമാന പദം എന്ന് പറയുന്നത് ശബ്ദം എന്നതാണ് ഒലി എന്ന് പറഞ്ഞാൽ. ഇനി പ്രവർത്തനം 4ലേക്ക് കടക്കാം. അഭിപ്രായ കുറിപ്പാണ്. സമാധാനമായി വിശ്രമിക്കൂ, ഇനിയെങ്കിലും തെറ്റ് ആവർത്തിക്കാതിരിക്കട്ടെ. ഹിരോഷിമ നഗരത്തിൽ യുദ്ധത്തിൽ മരിച്ചവരുടെ സ്മാരകത്തിൻ്റെ കവാടത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. യുദ്ധവും ആക്രമണവും ഒക്കെ മനുഷ്യ സമാധാനത്തിനും നന്മയ്ക്കും ഭീഷണിയാണ്. നിങ്ങളുടെ അഭിപ്രായം ഒരു കുറിപ്പായിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ശരിയാണോ? അങ്ങനെ തന്നെയാണല്ലേ. യുദ്ധം എന്ന് പറയുന്നത് ഒരിക്കലും നന്മയ്ക്ക് വേണ്ടിയല്ല, എപ്പോഴും തിന്മകളാണ് കൂടുതലായിട്ട് ഉണ്ടാക്കുന്നത്. നന്മകളേക്കാൾ ലോകത്തിൻ്റെ സമാധാനമാണ് ഇല്ലാതാക്കുന്നത്. ഈ ലോകത്ത് നടന്നിട്ടുള്ള എല്ലാ യുദ്ധങ്ങളും നൽകിയ പാഠം നഷ്ടങ്ങളുടേതാണ്. ആക്രമണങ്ങൾ നമ്മെ സ്വയം നാശത്തിലേക്ക് വിടുകയേ ഉള്ളൂ. ഒരു മേശയ്ക്ക് ചുറ്റും സംസാരിച്ചു തീർക്കേണ്ട കാര്യമാണ് ഇത്രയും വലിയ യുദ്ധങ്ങളിലേക്കും നഷ്ടങ്ങളിലേക്കും പലപ്പോഴും വഴിതെളിയിക്കുന്നത്. അപ്പോൾ യുദ്ധം എന്ന് പറയുന്നത് ചിലപ്പോൾ ചിലത് നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചെങ്കിൽ പോലും നമുക്ക് അതിനേക്കാൾ എത്രയോ നഷ്ടങ്ങളും എത്രയോ കാലങ്ങൾ ആ നഷ്ടങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയും ഒരുപാട് ആരോഗ്യ പ്രശ്നമായിക്കോട്ടെ, സാമ്പത്തിക പ്രശ്നമായിക്കോട്ടെ, എല്ലാ രീതിയിലും ഒരുപാട് പ്രശ്നങ്ങളും നാശനഷ്ടങ്ങളും ഒരുപാട് പ്രതിസന്ധികളും നേരിടേണ്ടി വരുന്ന ഒരു സമയമാണ് യുദ്ധം എന്ന് പറയുന്നത്. അതുകൊണ്ട് യുദ്ധം നമുക്ക് വേണ്ട, സമാധാനമാണ് നമ്മുടെ ലക്ഷ്യമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് കുറിപ്പ് എഴുതാം. ഇനി ബി ചോദ്യം നോക്കൂ. ബാലലീലയിലെ ലീല എന്തിനെ സൂചിപ്പിക്കുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ബാലലീല നമുക്കറിയാം അല്ലേ. അതിലെ ലീല എന്ന് പറയുന്നത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഇവിടെ പേര്, കുട്ടി, കളി എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തിനെയാണ്? കളിയെയാണ് അവിടെ ലീല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി 5ാമത്തെ ചോദ്യം ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനാണ്. കവിത വായിച്ചു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. ഇവിടെ ഒരു കുഞ്ഞു കവിത തന്നിട്ടുണ്ട്. പി മധുസൂദനൻ്റെ അറിയാത്ത ലോകം എന്നതാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആസ്വാദനക്കുറിപ്പാണ് എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ എന്താണ്? ആകാശസീമകൾക്കപ്പുറത്തും ആരും അറിയാത്ത ലോകമുണ്ടാവുമോ? ആ പ്രപഞ്ചത്തിൽ മനുഷ്യരുണ്ടാവുമോ? ആ നീലവാനം നിലാവ് പെയ്തിടുമോ? ആ പ്രപഞ്ചത്തിലും മാമരച്ചാർത്തുകളോ മേനിച്ചെത്തുമോ മധ്യാവര മാരുതൻ? കൊച്ചുപൂവിൻ്റെ മുഖം തുടുപ്പിക്കാൻ കുങ്കുമച്ചെപ്പ് തുറക്കുമോ സന്ധ്യകൾ? രാത്രിയിൽ വാനിൻ്റെ എത്താത്ത കൊമ്പത്തു പൂത്തൊരുങ്ങിയിടുമോ നക്ഷത്രമുല്ലകൾ? സുപ്രഭാതം വിളിച്ചോതുന്ന പക്ഷിതൻ പാട്ടു കിലുങ്ങുമോ പാതയോരങ്ങളിൽ? ഇതിൽ നമുക്ക് മനസ്സിലായത് എന്താണ്? ഈ കവിത എന്ന് പറയുന്നത് ഈ ഭൂമിയല്ലാത്ത മറ്റൊരു ലോകമുണ്ടോ എന്നാണ് ഇവിടെ മധുസൂദനൻ നാഥൻ്റെ അറിയാത്ത ലോകം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ പറയുന്ന ഓരോ കാര്യങ്ങളും എന്തൊക്കെയാണ് കവി പറയുന്നത്? ആ പ്രപഞ്ചത്തിലും ഇത്തരത്തിലുള്ള ഓരോ കാര്യങ്ങളും സംഭവിക്കുന്നുണ്ടോ? അവിടെ പ്രപഞ്ചം ഉണ്ടാകുന്നുണ്ടോ? രാത്രിയിൽ വാനിൻ്റെ കൊമ്പത്ത് നക്ഷത്ര മുല്ലകൾ ഉണ്ടാകുന്നുണ്ടോ? സുപ്രഭാതം വിളിച്ചോതുന്ന പക്ഷികൾ അവിടെയും ഉണ്ടോ? പാട്ടുകിലുങ്ങുമോ പാതയോരങ്ങളിൽ എന്നൊക്കെയാണ്. അഥവാ ഇപ്പം നമ്മുടെ സമകാലിക ലോകത്ത് നടക്കുന്ന ഓരോ കാര്യങ്ങളും ആ ലോകത്തുമുണ്ടോ എന്നാണ് കവി ഇവിടെ ചോദിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ നിരീക്ഷണം ഈ വിഷയത്തിൽ നിങ്ങൾ എന്താണ് പറയുന്നത്? ലോകം, ഭൂമി എന്ന് പറയുന്നത് നമ്മുടെ ഈ നിലനിൽക്കുന്ന ഭൂമി മാത്രമേ ഉള്ളൂ, അല്ലാതെ മറ്റൊരു ജീവജാലവും വസിക്കുന്ന ഒരു ഭൂമി തന്നെ ഈ ലോകത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എഴുതാം. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രയോഗ ഭംഗി, ഓരോ വരികളിലും നമുക്ക് എന്താണോ ആ കവി അർത്ഥമാക്കുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാനും നല്ല ഭംഗിയുള്ള പദഭംഗിയും ആർക്കും വായിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്ന ലളിതമായ ഭാഷയും ചിഹ്നവും എല്ലാമാണ് അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞ് എഴുതാം. അങ്ങനെയാണ് ആസ്വാദനക്കുറിപ്പ് നിങ്ങൾ തയ്യാറാക്കേണ്ടത്. ഇനി ഇതിലെ മറ്റൊരു ചോദ്യം കുറിപ്പ് തയ്യാറാക്കുക എന്നതാണ്. മേളകളും ഉത്സവങ്ങളും ആഘോഷങ്ങളും ഒക്കെ മനുഷ്യരെ ഒരുമിപ്പിക്കുവാനാണ്. ഈ പ്രസ്താവനയോട് നിങ്ങളുടെ പ്രതികരണം എന്താണ്? കുറിപ്പ് തയ്യാറാക്കുക. തീർച്ചയായിട്ടും ശരി തന്നെയാണ് അല്ലേ. മേളകളും ഉത്സവങ്ങളും ആഘോഷങ്ങളും എപ്പോഴും മനുഷ്യരെ ഒന്നിപ്പിക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ ഉത്സവങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ അമ്പലങ്ങളിൽ നടക്കുന്ന ഉത്സവം എന്ന് പറയുന്നത് എല്ലാ ജനങ്ങളെയും ഒരുമിച്ച് കൂട്ടി അവിടെ ഒരു ഐക്യമാണ് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കേണ്ടത്. അതുപോലെ തന്നെ മറ്റ് ആഘോഷങ്ങളായിക്കോട്ടെ എല്ലാം മതേതരത്വവും അതുപോലെ തന്നെ മനുഷ്യരെ ഒന്നിപ്പിക്കുകയും ഒന്നായി നിർത്തുകയും ഒറ്റക്കെട്ടായി നിർത്തുകയും ചെയ്യാൻ വേണ്ടിയും ലോകത്ത് സമാധാനവും ഐക്യവും ഉണ്ടാക്കാൻ വേണ്ടിയുമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതങ്ങനെ നിങ്ങൾക്ക് എഴുതാം. സമാധാനത്തിനും അതുപോലെ തന്നെ
ശാന്തിക്കും വേണ്ടിയാണ് ഓരോ ആഘോഷങ്ങളും ഓരോ മേളകളും ഓരോ ഉത്സവങ്ങളും ഓരോ വർഷവും നടക്കുന്നത്. പക്ഷേ ഇന്ന് പലതും പല രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. കാരണം ഓരോന്നും ഓരോ മതത്തിൻ്റെതായ രീതിയിലും അതുപോലെ തന്നെ ഓരോരുത്തരും അവരുടേതായ രീതിയിൽ അതിനെ മാറ്റിയിരിക്കുകയാണ്. അവിടെ മനുഷ്യത്വമോ അല്ലെങ്കിൽ സമത്വമോ നോക്കാതെ പല രീതിയിലുള്ള ആക്രമണങ്ങളും ഉണ്ടാകുന്ന ഒരു ലോകമായിട്ട് ഇന്ന് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് മേളകളും ഉത്സവങ്ങളും ആഘോഷങ്ങളും എന്ന് പറയുന്നത് മനുഷ്യരെ ഒന്നിപ്പിക്കുവാനാണോ അതോ അടുപ്പിക്കാനാണോ തമ്മിൽ തല്ലിക്കാനാണോ എന്നത് സംശയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് എഴുതാം. ഇനി ബി ബാലലീല എന്ന കവിതയിൽ ഇലഞ്ഞിക്കാക്കയ്ക്ക് മാമ്പഴത്തിൻ്റെ മാധുര്യം അനുഭവപ്പെടുന്നു എന്ന് പറയുന്നതിന് കാരണം എന്താവും? ഇലഞ്ഞിക്കാക്കയ്ക്ക് ചവർപ്പാണ്. കുട്ടികൾ സ്വാതന്ത്ര്യത്തോടെ അവ കഴിച്ചതുകൊണ്ട് മധുരം ഏറെ ഇഷ്ടമായതുകൊണ്ട്. എന്താണ്? കുട്ടികൾ സ്വാതന്ത്ര്യത്തോടെ അത് കഴിച്ചതുകൊണ്ടാണ്. അപ്പോൾ ഇത്രയുമാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ആൻസേഴ്സ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തന്നു എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന്. അപ്പോൾ കൂട്ടുകാരെ, ഇതനുസരിച്ച് നിങ്ങൾക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ പേപ്പർ നല്ല രീതിയിൽ തന്നെ എഴുതാൻ ശ്രമിക്കുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.